മനസ്സിന് വന്ദനം. ഓരോ യുദ്ധവും തകർക്കുന്നത് ഇന്നിന്റെ ജീവിതം മാത്രമല്ല, നാളെയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ്. ആളെ കൊല്ലുന്ന മിസൈലുകളും ബോംബുകളും എറിയുന്നതിന് പകരം അതിർത്തികൾക്കപ്പുറത്തേക്ക് ഒരൽപ്പം മനുഷ്യത്വം എറിഞ്ഞു നോക്കൂ. സമാധാനത്തിന്റെ ചീളുകൾ തെറിച്ചു വീഴുന്നൊരു പുഞ്ചിരി കാണാം. ആകാശം തീർന്നാൽ നമ്മൾ ഇവിടെ പോകും, ഈ മണ്ണിൻ അതിരു കടന്നാൽ എവിടെ പോകും? എന്നോട് ഞാനൊരു 10,000 വട്ടം പറഞ്ഞിട്ടില്ലേ ഈ പദ്യം ഇങ്ങനെ ഉറക്കെ ചൊല്ലിരുന്നെന്ന്? കുട്ടികളുടെ ശബ്ദം പുറത്തു കേൾക്കരുത്. കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നിടത്ത് കൃത്യമായി ബോംബിടാൻ ഇസ്രായേൽ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പോലും. എന്റെ ശബ്ദം എങ്ങാനും പുറത്തു കേട്ടാൽ ബോംബ് കൃത്യമായി അവിടെ തന്നെ വന്നു വീഴും. ഉമ്മ, ഞാൻ അറിയാതെ പദ്യം ചൊല്ലിപ്പോയതല്ലേ. മുഹമ്മദ് ദർവീഷിന്റെ കവിതകൾ ഉമ്മാക്കും വലിയ ഇഷ്ടല്ലേ? നമ്മൾ ഫലസ്തീൻ ജനതയ്ക്ക് പാട്ടും ആഘോഷങ്ങളുമെല്ലാം എന്നേ നഷ്ടപ്പെട്ടതാ. ഈ വീട്ടിൽ അവശേഷിക്കുന്ന അവസാനത്തെ ഈ ഭക്ഷണം കൂടി തീർന്നാൽ ജീവിക്കാൻ എന്ത് ചെയ്യുമെന്നറിയില്ല. നിന്റെ പ്രിയപ്പെട്ട റോസാപ്പൂച്ചെടി. റോസാപ്പൂക്കൾ എത്ര കാലമായി പൂക്കളെയും കിളികളെയും ഒലിവ് മരങ്ങളെയും എന്തിന് ആകാശം പോലും കണ്ടിട്ട്. മക്കളെ, ഈ മണ്ണിൽ പൂക്കൾ വാഴില്ല. പൂ പോലുള്ള കുഞ്ഞുങ്ങളും ബൈറൂത്തിന്റെയും ഗാസയുടെയും തെരുവുകൾ ഫലസ്തീൻ പോലെ ചിതറിത്തെറിച്ചെന്നാ കേൾക്കുന്നേ. റബ്ബേ, അധികാരം സ്വന്തമാക്കാനുള്ള ഈ മത്സരത്തിൽ നിരപരാധികളായ കുറെ മനുഷ്യർ എന്ന് പിഴച്ചു. സംഘടനാ തലവൻ കെ സാഹിബിന്റെ ഉത്തരവുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇത് യുദ്ധഭൂമിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നാട്ടിൽ ഭക്ഷണവും വെള്ളവും വേണ്ടത്രയില്ല. കരുതി ഉപയോഗിക്കണം. യുദ്ധകാലമാണ്. യുദ്ധകാലം? ഇനി യുദ്ധം കഴിഞ്ഞിട്ടുള്ള ഒരു കാലം ഉണ്ടാകുമോ ഇവിടെ? ദ്വിരാഷ്ട്രമെന്ന UN നിർദ്ദേശമെങ്കിലും നടപ്പിലാക്കും വരെ നമുക്ക് പൊരുതിയേ പറ്റൂ. ഈജിപ്ഷ്യൻ താഴ്വരയ്ക്കപ്പുറം ഈ കടലോരം തൊട്ട് അങ്ങ് തെക്ക് മുനമ്പ് വരെ നമ്മുടെ നാടായിരുന്നു. എന്നിട്ട് ഇതിപ്പോൾ അവരുടേത് പോലും. നമ്മൾ മയ്യത്തായാൽ അടക്കം ചെയ്യാൻ 6 അടി മണ്ണ് പോലും ഇല്ലാത്ത ജനങ്ങൾ. എന്നിട്ട് കിട്ടിയോ രാജു? എത്ര കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമായി, എത്ര മനുഷ്യർ ചിതറിത്തെറിച്ചു. കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട. ജന്മനാട് കയ്യേറിയ സൈനിസ്റ്റുകളിൽ നിന്നും നിയമപരമായി ഒരു ചെറു രാജ്യമെങ്കിലും നേടിയെടുക്കും വരെ നമുക്ക് പൊരുതിയേ പറ്റൂ. കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തിയാൽ നിങ്ങളെ ശത്രുവായി കാണേണ്ടി വരും. ഈ അറബ് നാടിന്റെ പരാജയം അവിടെ സൈനിസ്റ്റുകൾ ആഘോഷിക്കുകയായിരിക്കും. വിശുദ്ധ ഭൂമിയിലേക്കുള്ള മടങ്ങി വരവിനെ കാണിക്കുന്ന പ്രത്യേക ശാസ്ത്രം. ഈ കഴിഞ്ഞ യുദ്ധത്തിൽ മാത്രം നാം കൊന്നു തള്ളിയത് 37,000 അറബ് വംശജരെ. പാശ്ചിമേഷ്യ കത്തട്ടെ, സയനിസം വിജയിക്കട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെങ്കിൽ സയനിസത്തിന്റെ പേര് പറഞ്ഞു നടത്തുന്ന ഈ കൊടും ക്രൂരത ദൈവം പൊറുക്കില്ല. നമ്മൾ യഹൂദരുടെ ദൈവം നമ്മെ സ്നേഹിക്കാനല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ. പിഞ്ചോമനകളുടെ വരെ ഉടലുകൾ ചിന്നിച്ചതറി. പുറത്തു നിന്ന് വെടിയൊച്ചകൾ കേൾക്കുന്നുമ്മ. പേടിയാകുന്നുമ്മ. പേടിക്കരുത് മോളെ. പേടിച്ചാൽ പേടിക്കാനേ നേരമുണ്ടാകും. നീ അടുത്തു വാ. ഉമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കും. ഇസ്രായേൽ പട്ടാളം കൈയുദ്ധവും തുടങ്ങി. പേജറുകൾ വരെ ചിതറിത്തെറിക്കുന്നുവെന്നാ കേൾക്കുന്നത്. വാ, നമുക്ക് വേഗം ഈ വീട് വിട്ട് ബംഗറിൽ ഒളിക്കാം. അയ്യോ, യുദ്ധവിമാനങ്ങൾ! യുദ്ധം സർവനാശമാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന മനുഷ്യക്കുരുതികൾ എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.